Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu al-atammani al-akmalani ala khatami rasulillahi ajma'in wa ala alihi wa sahabatihi ajma'in. Thumma amma ba'd. സഹോദരന്മാരെ, നമ്മളിവിടെ സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. ഇന്നലെ നമ്മൾ സംസാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾക്ക് ആണായും പെണ്ണായും പേരമക്കൾ ഉണ്ടായിരുന്നു. അവരുടെ ചരിത്രങ്ങൾ നമുക്ക് കുറേ വിഷയങ്ങളിൽ പാഠവും വെളിച്ചവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളുടെ പുത്രി സൈനബിൻ്റെ മകൾ ഉമാമ ബിൻത് അബിൽ ആസ് റളിയല്ലാഹു തആല അൻഹ, അതേപോലെ സൈനബിൻ്റെ തന്നെ മകൻ അലി ഇബ്നു അബിൽ ആസ്, അലി എന്ന കുട്ടി. ഉമാമയും അലിയും സൈനബ് അബുൽ ആസ് ദമ്പതികളുടെ മക്കളാണ്. ഇതിൽ അലി എന്ന കുട്ടി ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫതഹിൽ താൻ സഞ്ചരിച്ചിരുന്ന ഒട്ടകപ്പുറത്ത് തൻ്റെ പിന്നിലിരുത്തിയിരുന്നത് ഈ അലീനെയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഉമാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗത്രി. അവരുമായി ബന്ധപ്പെട്ട ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ നമസ്കാരത്തിൽ ചുമന്ന് നമസ്കരിച്ചു എന്നുള്ളതാണ്. ഒരു ദുഹർ നമസ്കാരത്തിന് അല്ലെങ്കിൽ അസർ നമസ്കാരത്തിന് സമയമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിലാൽ വീട്ടിൽ ചെന്ന് വിളിച്ചു നിസ്കാരത്തിന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോൾ നബിയുടെ ചുമലിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയാണ് ഉമാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു, നമസ്കാരം ആരംഭിച്ചു. ഉമാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുമലിലിരുന്നു. റുക്കൂ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമാമയെ നിലത്ത് വെച്ചു. അങ്ങനെ റുക്കൂവിന് ശേഷം എഴുത്തിദാല് സുജൂദ് ഇരുത്തം കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് റസൂലുള്ളാഹി എഴുന്നേറ്റപ്പോൾ വീണ്ടും റസൂലുള്ളാഹി ഉമാമയെ എടുത്ത് തന്റെ ചുമലിലിരുത്തി നമസ്കാരം തുടർന്നു എന്നുള്ളതാണ്. ഇത് ഉമാമ എന്ന പേരക്കുട്ടിയുടെ വിഷയത്തിൽ സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്രമാണ്. ഇതേപോലെ ഒരിക്കൽ ഹബശീനിയിലെ രാജാവിന് നജാഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സമ്മാനം കൊടുത്തയച്ചു, ഹദിയ. അത് ആഭരണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദിയ ഈ ഉമാമയെയാണ് ഏൽപ്പിച്ചത്. എന്നിട്ട് ഉമാമയോട് പറഞ്ഞു, മകളെ തഹല്ലൈ ബിഹാദ, ഈ ആഭരണം നിങ്ങൾ ചൂടിയ അണിഞ്ഞ് അത് നിങ്ങൾ ധരിക്കുക എന്ന് റസൂലുള്ളാഹി അവരോട് പറയണ്ടായി. ഉമാമയുടെയും അതേപോലെ അവരുടെ സഹോദരൻ അലി എന്നിവരുടെയും വിഷയത്തിൽ കൂടുതൽ ചരിത്രം നമുക്ക് വായിക്കാൻ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു പൗത്രൻ അബ്ദുള്ളയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റുഖയ്യ ദമ്പതികളുടെ മകനാണ് അബ്ദുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി റുഖയ്യക്ക് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിലൂടെ ഉണ്ടായ കുഞ്ഞാണ് അബ്ദുള്ള. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അബൂ അബ്ദുള്ള എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബൂ അബ്ദുള്ളയായിരുന്നു. ഈ കുട്ടിയിലേക്ക് ചേർത്താണ് അബൂ അബ്ദുള്ള എന്ന് ഉസ്മാൻ വിളിക്കുന്നത്. ഹുദൈബിയ സന്ധിയുടെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംബാസഡറായി ഉസ്മാൻ മക്കയിലേക്ക് പോയി. റസൂലുള്ളാഹി ഹുദൈബിയയിൽ തടയപ്പെട്ടിട്ടുണ്ട്. 1400 സഹാബത്തും തടയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരെ ആരും മക്കക്കാർ ഉംറക്ക് വരാനോ കഅബ തവാഫ് ചെയ്യാനോ സമ്മതിക്കുന്നില്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ സഫീറായി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മക്കയിൽ ചെന്നപ്പോൾ മക്കക്കാർക്ക് വലിയ ആദരവായിരുന്നു ഉസ്മാനോട്. അപ്പൊ മക്കക്കാർ അഹ്ലൻ അബാ അബ്ദുല്ല, അബൂ അബ്ദുള്ള നിങ്ങൾക്ക് സ്വാഗതം,
നിങ്ങൾ കഅബ തവാഫ് ചെയ്തോളൂ എന്ന് മക്കക്കാർ പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ അവരോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യാതെ ഞാൻ തവാഫ് ചെയ്യൂല. ഇവിടെ മക്കക്കാർ ഉസ്മാനെ വിളിച്ചത് അബാ അബ്ദില്ല എന്നാണ്. അങ്ങനെ വിളിക്കാൻ കാരണം റസൂലുള്ളാഹിന്റെ ഈ പൗത്രൻ അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടി ഉണ്ടായത് കാരണത്താലാണ്. ഈ കുട്ടിയും 6 വയസ്സിൽ കൂടുതൽ ജീവിച്ചിട്ടില്ല. ഒരു കോഴി വന്ന് ഈ കുട്ടിയുടെ മുഖത്ത് കൊത്തുകയും അത് വലിയ വ്രണമായി മാറുകയും പിന്നീട് ആ പ്രയാസത്തിൽ അബ്ദുള്ള എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ ഈ പൗത്രൻ മരണപ്പെടുകയാണ് ചെയ്തത്. ആ കുട്ടിയുടെ വിയോഗത്തിൽ കുട്ടിയുടെ മാതാവ് റുഖയ്യയും അതേപോലെ പിതാവ് ഉസ്മാനും പ്രപിതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും ഏറെ ദുഃഖിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രരിൽ 3 പേരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്: ഉമാമ, അലി, അബ്ദുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പൗത്രന്മാർ അത് പിന്നീട് ഫാത്തിമയിലും അലിയിലുമാണ്. ഫാത്തിമയിൽ ഹസൻ, ഹുസൈൻ, മുഹ്സിൻ എന്നീ കുട്ടികളും ഉമ്മു കുൽസൂം, സൈനബ് എന്നീ പെൺമക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളായി ഉണ്ട്. ഇവരുടെ ചരിത്രത്തിൽ മുഹ്സിൻ എന്ന പേരക്കുട്ടി ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹസനും ഹുസൈനും അവരുടെ ചരിത്രം പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മടിയിലിരുത്തി വളർത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ട മക്കളാണ് ഹസനും ഹുസൈനും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസന്റെയും ഹുസൈന്റെയും വിഷയത്തിൽ പറഞ്ഞത് ഇന്നഹുമ റൈഹാനതായ ഫിദ് ദുനിയ, ദുനിയാവിൽ ഹസനും ഹുസൈനും എൻ്റെ സുഗന്ധങ്ങളാണ് എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടിരുന്നു. തിരുനബി പറഞ്ഞത് മൻ അഹബ്ബ അൽ ഹസന വൽ ഹുസൈൻ ഫഖദ് അഹബ്ബനി വമൻ അബ്ഗദഹുമാ ഫഖദ് അബ്ഗദനി. വല്ലവരും ഹസനെയും ഹുസൈനെയും ഇഷ്ടപ്പെട്ടാൽ അവർ എന്നെ ഇഷ്ടപ്പെട്ടു. വല്ലവരും ഹസനോടും ദേഷ്യപ്പെട്ടാൽ അവർ എന്നോട് ദേഷ്യപ്പെട്ടു എന്നാണ്. ഹസൻ ഹുസൈൻ കുട്ടി ഉണ്ടായപ്പോൾ അവരുടെ പേര് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതാണ്. അലിയും ഫാത്തിമയും മറ്റു പേരുകളായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്ന് ആദ്യ കുട്ടിക്ക് ഹസൻ എന്ന് പേരിട്ടു, മാഷൈൻ എന്ന് പേര് മാറ്റിയിട്ടു. ഹസൻ ഹിജ്റയുടെ 3-ലും ഹുസൈൻ ഹിജ്റയുടെ 4-ലുമാണ് ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 2 മക്കളെയും ഏറെ സ്നേഹിക്കുകയും തിരുനബി പറഞ്ഞു, അൽ ഹസനു അൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. ഹസനും ഹുസൈനും സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് എന്ന്. സ്വർഗത്തിൽ യുവാക്കളുടെ നേതാക്കളാണ് ഹസനും ഹുസൈനും എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്. ഇതിൽ ഹസനുമായി ബന്ധപ്പെട്ട ചരിത്രം ചിലത് പ്രത്യേകം സ്മരിക്കേണ്ടതുണ്ട്. അതേപോലെ ഹുസൈനുമായി ബന്ധപ്പെട്ട ചരിത്രവും. ഹസനുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മസ്ജിദ് നബവിയിൽ മിമ്പറിൽ ഖുത്ബ പറയാണ്. ഖുത്ബ പറയുമ്പോൾ ഹസൻ കുട്ടിയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസന്റെ മുഖത്തേക്കൊന്ന് നോക്കും, പിന്നീട് ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കും. മാറി മാറി ജനങ്ങളെയും ഈ കുട്ടിയെയും റസൂലുള്ള നോക്കും. അങ്ങനെ അവസാനം റസൂലുള്ള ജനങ്ങൾ കേൾക്കെ മിമ്പറിൽ വെച്ച് പ്രസംഗിച്ചു, ഇന്ന ഇബ്നി ഹാദാ സയ്യിദ് സയുസ്ലിഹുല്ലാഹു ബിഹി ബൈന ഫിയതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ. എൻ്റെ ഈ മകൻ ഹസൻ സയ്യിദാകുന്നു. ഈ മകൻ മുഖാന്തരം അള്ളാഹു മുസ്ലിമീങ്ങളിൽപ്പെട്ട 2 വലിയ കക്ഷികൾക്കിടയിൽ സുൽഹുണ്ടാക്കും, സന്ധി ഉണ്ടാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് കൂടിയായിരുന്നു. ചെറിയ കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയായിരിക്കെ തന്നെ ഹസനെ വളരെയധികം ഗൗനിച്ചിരുന്നു, പരിഗണിച്ചിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ ഹസനും ഹുസൈനും അവർ 2 വസ്ത്രം കൊടുത്ത് ഓടി വന്നു. തട്ടി തടഞ്ഞു വീണുകൊണ്ടാണ് അവർ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ അത് നിർത്തി ഇറങ്ങി വന്ന് ഈ കുട്ടികളെ പരിഗണിക്കുകയുണ്ടായി എന്നാണ്, പരിപാലിക്കുകയുണ്ടായി എന്നാണ്. ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന
നിങ്ങളുടെ സമ്പത്തും സന്തതികളും പരീക്ഷണമാണ് എന്ന ആയത്തിനെ അനുസ്മരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ. കാരണം ഈ പേരമക്കൾ ഓടി വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ നിർത്തി കുട്ടികളെ പരിഗണിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഹസൻ എന്ന പൗത്രനുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി പറഞ്ഞ ഈ വചനം, എൻ്റെ ഈ മകൻ സയ്യിദാണ്, ഈ മകൻ മുഖാന്തരം അള്ളാഹു മുസ്ലിമീങ്ങളിൽ രണ്ട് വലിയ കക്ഷികൾക്കിടയിൽ സുൽഹുണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് ചരിത്രത്തിൽ പുലർന്നു. പിൽക്കാലത്ത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണം തിരുവിയോഗ ശേഷം 30 വർഷമാണ്. അതിൽ 29 വർഷവും 6 മാസവും 4 ഖുലഫാക്കൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നിവർ ഭരിച്ചു. നുബുവത്തിനെ തുടർന്നുള്ള ഖിലാഫത്ത് 30 വർഷമാണ്. അതിൽ 6 വർഷം പൂർത്തീകരിക്കുന്നത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവാണ്. ഹസൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും ഹസന് മുമ്പ് അലിയും ഉസ്മാനും ഭരിച്ചിരുന്ന നാടുകളിലും ഖിലാഫത്തിന്റെ നാളുകളിൽ മുസ്ലിം ലോകത്ത് വലിയ കുഴപ്പങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടായി. കുറെ യുദ്ധങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായി. പ്രത്യേകിച്ച് അലിയാരുടെ ഖിലാഫത്തിൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു വാപ്പയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഖലീഫയായി. ഹസൻ ഖലീഫയായപ്പോൾ സിറിയക്കാർ ഒരു പക്ഷം, ഷാമുകാരൊരു പക്ഷം, ഇറാഖും ഹിജാസും മറുപക്ഷം. വലിയ ഒരു വിഭാഗം ആളുകൾ ഹസനെ അനുകൂലിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണ്. എന്നാൽ സിറിയക്കാർ ഒരിക്കലും കൂട്ടാക്കാതെ വിഘടിച്ചു നിൽക്കുകയാണ്. അവർ അമവികളെ മാത്രമേ സമ്മതിക്കൂ എന്നിടത്താണുള്ളത്. ഈ സന്ദർഭത്തിൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം നിപുണനും വളരെ വലിയ ബുദ്ധിമാനുമായിരുന്നു. അദ്ദേഹം ഖിലാഫത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഹസൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ഇറാഖുകാരും ഹിജാസുകാരും അത് കൂട്ടാക്കാൻ ഒരു പരിധിവരെ നിർബന്ധിതരാണ്. അവർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യും, സമ്മതിക്കും ഹസന്റെ കൽപ്പന പ്രകാരം. അപ്പോൾ സിറിയക്കാർ, അവർ മുആവിയയുടെ ആളുകളാണ്, അവർ മുആവിയക്ക് ബൈഅത്ത് ചെയ്യുന്നവരുമാണ്. അതിലൂടെ ഒരു മുസ്ലിം ഐക്യം സ്ഥാപിതമാവുകയാണ്. ഇത് കണ്ട ഹസൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? മുആവിയ റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി. ഹസൻ റളിയല്ലാഹു തആല അൻഹു സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അറബികളുടെ തല മുഴുവൻ എൻ്റെ കയ്യിലാണ്. ഞാൻ ആരോട് യുദ്ധം ചെയ്തോ അറബികൾ എല്ലാവരും എൻ്റെ കൂടെ യുദ്ധം ചെയ്യും. ഞാൻ ആരോട് സന്ധിയിലായോ അറബികൾ എല്ലാവരും എന്നോടൊത്ത് സന്ധിയിലാകും. വമാ തറക്തുഹാ, ഖിലാഫത്ത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹു അന്ന് സ്ഥാനം ഒഴിഞ്ഞത്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ വിശാല മനസ്കതയിൽ, ഔദാര്യത്തിൽ, ബുദ്ധിയിൽ അന്ന് മുസ്ലിം ലോകം ഒന്നിക്കുകയുണ്ടായി. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി, രാജാവായി. ആമുൽ ജമാഅ, ഐക്യത്തിന്റെ വർഷം എന്ന വർഷം അത് ചരിത്രത്തിൽ പുലരുകയുണ്ടായി. ഈ ഐക്യത്തിന്റെ വർഷം പുലരുന്നതിൽ അതിന്റെ സ്ഥാനം, അതിന്റെ ഔദാര്യം അള്ളാഹുവിന്റെ ഔദാര്യത്തിനപ്പുറം അത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഔദാര്യമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. ഹസൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു വിഷം തീണ്ടിയതിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹവും ഷഹീദാണ്. ഹുസൈൻ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം പ്രത്യേകം ഹുസൈനെ പരിഗണിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഭക്ഷണ സൽക്കാരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിക്കപ്പെട്ടു. തിരുനബി ആ സൽക്കാരത്തിന് പോയപ്പോൾ തിരുനബിയുടെ കൂടെ അനുചരന്മാരുണ്ട്, സഹാബത്തുണ്ട്. അപ്പോൾ ഹുസൈൻ കുട്ടികളോടൊപ്പം കളിക്കുന്നത് റസൂലുള്ള കണ്ട്. ഹുസൈനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹുസൈന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് കുട്ടിയെ കളിപ്പിക്കുകയാണ്. തിരുനബിയെ കണ്ടപ്പോൾ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ 2 കൈ കൊണ്ടും ഹുസൈനെ വാരിയെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുസൈനു മിന്നി വ അന മിൻ ഹുസൈൻ, ഹുസൈൻ എന്നിൽപ്പെട്ടവനാണ്, ഞാൻ ഹുസൈനിൽപ്പെട്ടവനാണ്. അല്ലാഹുവേ, ഹുസൈനെ ഇഷ്ടപ്പെടുന്നവരെ നീ ഇഷ്ടപ്പെടണമേ
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത്തരുണത്തിൽ പ്രാർത്ഥിക്കുകയുണ്ടായി, ദുആ ചെയ്യുകയുണ്ട്. ഹുസൈനെ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹുവെ നീ ഇഷ്ടപ്പെടണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ദുആയിരക്കുകയുണ്ടായി. ഹുസൈൻ റളിയല്ലാഹു തആലയുടെ 61 മുഹറം മാസം 10 വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ റസൂലിന്റെ പൗത്രൻ ഹുസൈൻ കർബലയിൽ ഷഹീദാകുമ്പോൾ അത് ചരിത്രത്തിലെ ഒരു വലിയ സംഭവമായിരുന്നു. ഹുസൈനും ഹുസൈന്റെ കൂടെയുള്ളവരും അവർ ന്യൂനാൽന്യൂനപക്ഷമായിരുന്നു. കൂഫയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹത്തിന്റെ എതിരാളികൾ പോരടിക്കുമ്പോൾ അവർ 5000-ൽ പരമായിരുന്നു ശത്രുസേന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രൻ വളരെ ക്രൂരമായിട്ടാണ് കർബലയിൽ വധിക്കപ്പെടുകയുണ്ടായത്. കർബലയിൽ ഹുസൈൻ വധിക്കപ്പെട്ടപ്പോൾ ഹുസൈനെ വധിച്ചതിന് പിന്നിൽ പ്രതിസ്ഥാനത്ത് 1-ാം സ്ഥാനത്ത് കൂഫക്കാരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഹിജാസിൽ നിന്ന് കൂഫയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയ ഹുസൈന്റെ പേരിൽ മുറവിളി കൂട്ടുന്ന ജനവിഭാഗം ആളുകളായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ഷഹീദായത് അത് അള്ളാഹുവിന്റെ വിധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഉമ്മു സലമയും ആയിഷയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മലക്ക് വരികയാണ്. ആ മലക്ക് റസൂലുള്ളാഹിനെ മുഖം കാണിക്കുന്നത് ആദ്യമായിട്ടാണ്. എന്നിട്ട് ഹുസൈനെ ചൂണ്ടി ഈ മലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഈ മകൻ ഷഹീദാണ്. ഹുസൈനെ കുറിച്ച് റസൂലുള്ളാഹിനോട് മലക്ക് പറയാണ്. എന്നിട്ട് റസൂലുള്ളാഹിയോട് മലക്ക് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ മകൻ ഷഹീദാകുന്ന നാട്ടിലെ ചുവന്ന മണ്ണ് ഞാൻ കാണിച്ചു തരാമെന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം പ്രയാസത്തിൽ, വേദനയിൽ ആ സമയം കഴിച്ചുകൂട്ടി എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയും അതേപോലെ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമയും പറയുന്നത്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാലേ കൂട്ടി വഹി ലഭിച്ച വിഷയമാണ്. അത് ചുവന്ന മണ്ണ് നിറഞ്ഞ ഒരു നാട്ടിലായിരിക്കും എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞ വിഷയമാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആ ചുവന്ന മണ്ണുള്ള നാട്ടിലേക്ക്, കർബലയിലേക്ക് നയിക്കപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസൈനെ ഷഹാദത്തിലൂടെ ആദരിക്കുവാൻ തീരുമാനിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹുസൈനും സഹോദരൻ ഹസനും നബി കുടുംബത്തിലെ അവരുടെ നേതാക്കന്മാർക്ക് മുമ്പന്മാർക്ക് ലഭിച്ച പല പ്രത്യേകതകളും ലഭിക്കാനായിട്ടില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഹസന്റെയും ഉപ്പ അലി, അതേപോലെ നബി കുടുംബത്തിലെ ഇതര മെമ്പർമാർ, അവർ ഇസ്ലാമിൽ കുറെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അവർ ഹിജറ പോയിട്ടുണ്ട്. ആ കൂലിയൊക്കെ അലിയാർക്കും അതേപോലെ ഫാത്തിമക്കും മറ്റു പലർക്കും. ഹുസൈൻ ഹിജറയുടെ 4-ലും ഹസൻ ഹിജറയുടെ 3-ലുമാണ് ജനിക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് വഫാത്താകുമ്പോൾ ഹുസൈനും ഹസനും കുട്ടികളാണ്. അപ്പോൾ ഇസ്ലാമിൽ നബി കുടുംബത്തിലെ പൂർവികർ നേടിയ പല മഹത്വങ്ങളും നേടാൻ ഇവർക്കായിട്ടില്ല. ഹിജറ, അതേപോലെ യുദ്ധങ്ങൾ, ഇതിലൊന്നും സംബന്ധിക്കാൻ ഹസനും ഹുസൈനും ആയിട്ടില്ല. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഹസനും ഹുസൈനും ഷഹീദായി, വിസിറ്റിയ ഹുസൈൻ കർബലയിൽ. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് നബി കുടുംബത്തിലെ ഇതര മെമ്പർമാർ ഇസ്ലാമിൽ നേടിയ മഹത്വങ്ങൾ നേടി അവരോടൊപ്പം എത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കർബലയിൽ ഷഹീദായതിലൂടെ ഹുസൈനെ ആദരിച്ചിരിക്കുകയാണ്, ബഹുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ രക്തസാക്ഷിത്വം അത് മുസ്ലിമിന് വലിയ അനുഗ്രഹമാണ്. അതിലൂടെ സ്വർഗീയ ഉന്നതങ്ങളും സ്വർഗീയ പദവിയുമാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നേടിയെടുത്തിട്ടുള്ളത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഇഷ്ടപ്പെട്ടവരോടൊപ്പമാണ് നമ്മൾ. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ആരൊക്കെ ഉപദ്രവിച്ചുവോ, അദ്ദേഹത്തോട് ആരൊക്കെ വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിയോ, അദ്ദേഹത്തിനെതിരിൽ ആര് ആയുധമേന്തിയോ നമ്മൾ അവർക്കെതിരാണ്. നമ്മൾ അവരോട് വെറുപ്പും വിദ്വേഷവും ഉള്ളവരാണ്. ഏതായാലും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഹിജ്റയുടെ 61-ൽ തന്റെ 58-ാമത്തെ വയസ്സിൽ
മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം ആഷൂറയിൽ ഒരു വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം ഷഹീദാവുകയാണ് ഉണ്ടായത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രന്മാരിൽ ഹസനും ഹുസൈനും അവരെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അലിയാരുടെയും ഫാത്തിമയുടെയും 2 മക്കൾ. ഇവരെ പോലെ തന്നെ മൊഹ്സിൻ, പക്ഷെ മൊഹ്സിൻ ചെറിയ കുട്ടിയായിരിക്കെ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളിൽ 2 കഥാപാത്രങ്ങൾ പ്രസിദ്ധരാണ്. ഒന്ന് ഉമ്മു കുൽസൂമും മറ്റൊന്ന് സൈനബും. ഇന്നലെ റസൂലുള്ളാഹിന്റെ പുത്രി ഉമ്മു കുൽസൂമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹിക്ക് പൗത്രിയായിട്ട് ഒരു ഉമ്മു കുൽസൂം ഉണ്ട്, അതേപോലെ തന്നെ സൈനബും ഉണ്ട്. സൈനബും ഉമ്മു കുൽസൂമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഭൂജാതരായവരാണ്. തിരുനബിയുടെ വിയോഗ നാളുകളിൽ അവർ കുട്ടികളുമാണ്. ഉമ്മു കുൽസൂം അവരുടെ ചരിത്രം സുന്ദരമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സംഭവം, ഉമർ റളിയല്ലാഹു തആല അൻഹു ഉമ്മു കുൽസൂമിനെ വിവാഹം അന്വേഷിച്ചതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു അലിയാരോട് ഉമ്മു കുൽസൂമിനെ വിവാഹം അന്വേഷിച്ചതാണ്. അലിയാരോട് ചെന്നിട്ട് ഉമർ പറയുമെന്നാണ്, അൻകിഹിനീഹ, അലി നിങ്ങൾ എനിക്ക് ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചു തരണം. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറയും, ഇന്നി അർസുദുഹ അലി അബ്ദുല്ലാഹി ഇബ്നു ജാഫർ, ജാഫറിന്റെ മകൻ അബ്ദുള്ളക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചതാണ് ഉമ്മു കുൽസൂമിനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യപുത്രൻ ജാഫറിന്റെ മകൻ അബ്ദുള്ള. ഈ അബ്ദുള്ള റസൂലുള്ളാഹിനോട് ഖുലുഖിലും ഖൽഖിലും ഒത്ത വ്യക്തിയായിരുന്നു. റസൂലുള്ളാഹിന്റെ സ്വഭാവവും റസൂലുള്ളാഹിന്റെ ആകാര രൂപവുമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജാഫറിന്. ശരീരവും സ്വഭാവവും റസൂലുള്ളാഹിന്റേത് എടുത്തു വെച്ച രൂപമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജാഫറിന്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജാഫറിനോട്. അലിയാര് പറയാണ് ഉമറിനോട് ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ജാഫറിന് കരുതി വെച്ചതാണ് ഉമ്മു കുൽസൂമിനെ. പക്ഷെ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ അഭ്യർത്ഥന ആവർത്തിച്ചു. ഉമർ അലിയാരോട് പറഞ്ഞത്, അലി ഉമ്മു കുൽസൂമിനെ വിവാഹം അന്വേഷിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യൻഖതിഉ യൗമൽ ഖിയാമത്തി കുല്ലു സബബി വനസബിൻ ഇല്ലാ സബബി വനസബി. അന്ത്യനാളായാൽ എല്ലാ ബന്ധങ്ങളും അറ്റുപോകും, എല്ലാ കുടുംബ ബന്ധവും അറ്റുപോകും, ഞാനുമായിട്ടുള്ള ബന്ധവും കുടുംബ ബന്ധവും ഒഴികെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അലി, ഈ തിരുമൊഴിയാണ് നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉമ്മു കുൽസൂമിനെ നിങ്ങൾ എനിക്ക് കല്യാണം കഴിച്ചു തരണം എന്ന് ഉമർ ആവർത്തിക്കാണ്. അലി വിസമ്മതിച്ചിട്ടും ആവർത്തിക്കാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് നബിയെ അന്ത്യനാളിൽ ഒരു വൈവാഹിക ബന്ധത്തിലൂടെ കണ്ടുമുട്ടണമെന്ന പൂതി ഉമറിനുണ്ട് എന്ന് അലി റളിയല്ലാഹു തആല മനസ്സിലാക്കിയപ്പോൾ അലി ഉമറിനോട് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഉമ്മു കുൽസൂമിനെ കാണണം, കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ കല്യാണം കഴിച്ചു തരാം എന്ന് അലി പറയണ്ടായി. ഇസ്ലാമിൽ അത് നിയമമാണ്, കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനെ നോക്കി കാണണം എന്ന് കണ്ടിട്ട് തൃപ്തിപ്പെട്ടതിലാണ് ശേഷമാണ് കല്യാണം. അതുകൊണ്ടാണ് അലിയാരി പറയുന്നത്, നിങ്ങൾ ഉമ്മു കുൽസൂമിനെ നോക്കി എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചു തരാം. അങ്ങനെ അലി ഉമ്മു കുൽസൂമിന്റെ കയ്യിൽ ഒരു ബുർദ കൊടുത്തയച്ചു, ഒരു പുതപ്പ് കൊടുത്തയച്ചു, വസ്ത്രം. എന്നിട്ട് ഉമ്മു കുൽസൂമിനോട് പറഞ്ഞു, മകളെ ഇത് അമീറുൽ മുഅ്മിനീൻ ഉമറിനെ കാണിക്കാൻ പറഞ്ഞു ഈ ഡ്രസ്സ്, വസ്ത്രം. എന്നിട്ട് വാപ്പ ഈ വസ്ത്രം നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മു കുൽസൂം അലി കൊടുത്ത ഈ വസ്ത്രം വാങ്ങി ഉമറിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഈ വസ്ത്രം നിങ്ങളെ കാണിക്കാൻ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിത് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട മാത്രയിൽ ഉമർ പറഞ്ഞു, റദീതു വറദീതു വറദീത്, റദീതു സുമ്മ റദീതു സുമ്മ റദീത്, ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് 3 തവണ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയണ്ടായി. ഉമ്മു കുൽസൂം മടങ്ങി വന്നു. എന്നിട്ട് വാപ്പയോട് പറഞ്ഞു, ഉമർ വസ്ത്രം സ്വീകരിച്ചു, വസ്ത്രം തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഉമർ പറഞ്ഞിരിക്കുന്നു. അപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് മകളെ ഇഷ്ടമായി എന്ന് ഉറപ്പിച്ച അലി
ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് മകൾ ഉമ്മു കുൽസൂമിനെ വിവാഹം ചെയ്തു കൊടുത്തു. ഇവിടെ അലി റളിയല്ലാഹു തആലാന്റെ ഇഷ്ടപുത്രിയാണ് ആര്? ഉമ്മു കുൽസൂം. ഈ മകൾ ജനിച്ച അവരുടെ ബാല്യകാലത്ത് തന്നെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ഫാത്തിമ മരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഫാത്തിമ മരിച്ചിട്ടുണ്ട്. അപ്പോ ഉമ്മു കുൽസൂമും സൈനബും ഹസനും ഹുസൈനും ഒക്കെ കുട്ടികളാണ് അവരുടെ ഉമ്മ മരിക്കുമ്പോൾ. അപ്പൊ എത്ര ഇഷ്ടത്തിൽ സ്നേഹത്തിലായിരിക്കും അലി റളിയല്ലാഹു തആല അൻഹു ഇവരെ വളർത്തിയിട്ടുണ്ടാവുക. അലി റളിയല്ലാഹു തആല അൻഹു വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഞാൻ റസൂലുള്ളാഹിന്റെ പൗത്രിമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഉമാമയെ കുറിച്ചാണ്. ഉമാമ ബിന്ത് അബിൽ ആസ്, സൈനബിന്റെ മകൾ ഉമാമ. ഈ ഉമാമയെ കല്യാണം കഴിച്ചിരുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ് ഫാത്തിമയുടെ മരണശേഷം. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടതിൽ പിന്നെ അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത് റസൂലുള്ളാഹിന്റെ പൗത്രി ഉമാമയെയാണ്, നമ്മൾ ആദ്യം പറഞ്ഞ കഥാപാത്രം. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു കൂഫയിൽ വധിക്കപ്പെടുമ്പോൾ ഉമാമ ജീവിച്ചിരിപ്പുണ്ട്. ഉമാമ അങ്ങനെ ഉമാമ ജീവിച്ചിരിക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. അതിൽ പിന്നെ ഉമാമയെ അൽ മുഗീറ ഇബ്നു നൗഫൽ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹാരിസിന്റെ മകൻ നൗഫലിന്റെ മകൻ മുഗീറ കല്യാണം കഴിച്ചു എന്നതാണ് ചരിത്രം. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗ നാളുകളിൽ റസൂലുള്ളാഹിന്റെ പൗത്രിമാരായ ഉമ്മു കുൽസൂം, സൈനബ് എന്നിവർ കുട്ടികളാണ്. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു വളരെ ലാളനയിൽ വളർത്തിയ ഉമ്മു കുൽസൂമിനെയാണ് ഉമറിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം എന്താ? ഇന്ന് ഷിയാക്കൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ, ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ ലാനത്ത് ചെല്ലുന്നു, ശാപ പ്രാർത്ഥന നടത്തുന്നു. അവർ ഉമറിനെ ശപിക്കുന്നു. ഉമറിന്റെയും അബൂബക്കറിന്റെയും പേര് കേട്ടാൽ ശാപ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഷിയാക്കൾക്ക് ഒരു പ്രാർത്ഥന തന്നെ ഉണ്ട്. അവര് ശപിക്കുന്ന വ്യക്തിയാണ് ഉമർ. ആ ഉമർ തന്റെ മകൾ ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചു കൊടുക്കാണ്. ആ ഉമ്മു കുൽസൂമിനെ കെട്ടിക്കാര്യം തീർത്ത ഉമ്മു കുൽസൂം അല്ല, വിധവയായ ഉമ്മു കുൽസൂം അല്ല, പിന്നെയോ കന്യകയായ ഉമ്മു കുൽസൂമിനെയാണ് അലി റളിയല്ലാഹു തആല അൻഹു ഉമറിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. മാത്രല്ല ഈ ഉമ്മു കുൽസൂമിനെ ഉമർ വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ എന്താ അലി പറഞ്ഞത്? അബ്ദുല്ലാഹി ഇബ്നു ജാഫറിനെ കരുതി വെച്ച പെണ്ണാണെന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ജാഫർ എന്ന് പറഞ്ഞാൽ നബി കുടുംബത്തിലെ മെമ്പറാണ്. ആ നബി കുടുംബത്തിലെ മെമ്പറേക്കാൾ ഉമറിന് അലി പ്രാമുഖ്യം കൽപ്പിക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ചരിത്രത്തിന്റെ ഇന്നലകളിൽ അലിയും ഉമറും തമ്മിലുള്ള ബന്ധം അങ്ങനത്തെ ബന്ധമായിരുന്നു. പക്ഷേ ഈ ചരിത്രമൊന്നും ഇന്നത്തെ ഷിയാ ലോകത്തിന് അറിവില്ല. അവരുടെ പുരോഹിതന്മാർ ഈ ചരിത്രങ്ങളൊക്കെ അവരുടെ ആളുകളിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ടാണ് ചരിത്രം അവതരിപ്പിക്കുന്നത് എന്നതാണ് ഖേദം. ഏതായാലും ഉമ്മു കുൽസൂമിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഉമ്മു കുൽസൂമിനെ വിവാഹം കഴിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആല 40,000 ദിർഹം മഹർ കൊടുത്തു എന്നാണ്. കാരണം അത് നബി കുടുംബത്തിനുള്ള ആദരവായിട്ടാണ്. ഇസ്ലാമിൽ മഹർ കുറയുന്നത് പെണ്ണിന്റെ ബർക്കത്തും വിവാഹത്തിന്റെ ബർക്കത്തുമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ 500 ദിർഹമിനേക്കാൾ കൂടുതൽ മഹർ കൊടുത്തിട്ടില്ല ഒരു ഭാര്യമാർക്കും. ഇവിടെ 40,000 ദിർഹം മഹർ കൊടുത്തു എന്ന് പറഞ്ഞത് അത് നബി കുടുംബത്തിനുള്ള ആദരവ്, സമ്മാനം എന്നുള്ള നിലക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു നൽകിയതാണ്. ഉമ്മു കുൽസൂം ദമ്പതികളുടെ ജീവിതം ഏറെ ധന്യമായിരുന്നു. ചരിത്രത്തിലൊരു സംഭവം രേഖപ്പെടുത്തപ്പെട്ടത്, ഒരിക്കൽ ഉമ്മു കുൽസൂം ഒരു വാർത്ത കേട്ട്, കഅബുൽ അഹ്ബാറിൽ നിന്നാണ് വാർത്ത. ഈ കഅബുൽ അഹ്ബാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച ഒരു യമനിലെ യഹൂദനാണ്. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ അദ്ദേഹം മദീനയിലേക്ക് വന്നു. യമനിൽ നിന്ന് മദീനയിലേക്ക് വന്നു. വലിയ പണ്ഡിതനായിരുന്നു. ഇസ്ലാമിൽ നല്ല സൂക്ഷ്മ ജീവിതം നയിച്ച വ്യക്തിയുമായിരുന്നു. ഒരിക്കൽ കഅബുൽ അഹ്ബാർ, അദ്ദേഹത്തിന് ജൂത പണ്ഡിതനായത് കാരണത്താൽ ജൂതന്മാരുടെ കുറെ വാർത്തകൾ, വേദത്തിൽ നിന്നുള്ള കുറെ വിഷയങ്ങൾ അറിയാമായിരുന്നു. അപ്പോ ഉമറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഉമർ ജഹന്നമിന്റെ ഒരു കവാടത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. നരകത്തിന്റെ കവാടങ്ങളിൽ ഒരു കവാടത്തിൽ നിൽക്കുന്നു എന്ന് കഅബുൽ അഹ്ബാർ പ്രസംഗിച്ചു. ഇത് ഉമ്മു കുൽസൂം കേട്ട് അലി വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മു കുൽസൂം ദുഃഖഭരിതയായി ഇരിക്കുകയാണ്. അപ്പൊ ഭാര്യ ഉമ്മു കുൽസൂം ഇരിക്കുന്നത് കണ്ടപ്പോ ഉമർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്കൊരു മ്ലാനത, എന്ത് പറ്റി? അപ്പോൾ ഉമ്മു കുൽസൂം പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ കഅബുൽ അഹ്ബാർ പറയുന്നത്, നിങ്ങൾ
ജഹന്നമിന്റെ കവാടത്തിൽ നിൽക്കുന്നു എന്നാണ് കഅബുൽ അഹ്ബാർ പറയുന്നത്. ഉമർ കഅബുൽ അഹ്ബാറിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഉമ്മു കുൽസൂമിന്റെ മുന്നിൽ വെച്ച് ചോദിച്ചു, നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞത്? ഞാൻ എന്നെ കുറിച്ച് നല്ല വിചാരത്തിലാണ്, ഞാനൊരു സൗഭാഗ്യവാനാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞത്? ഈ സമയം കഅബുൽ അഹ്ബാർ പറഞ്ഞു, ഉമർ അമീറുൽ മുഅ്മിനീൻ, ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ ജഹന്ന കവാടത്തിൽ നിൽക്കുകയും ജഹന്നമിലേക്ക് വീഴുന്ന ആളുകളെ ജഹന്നമിനെ തൊട്ട് തടുക്കുകയും ചെയ്യുകയാണ്. ദുൽഹജ്ജ് മാസം വരെയാണ് നിങ്ങളുടെ ഈ ജീവിതം തുടരുക, അതിനുശേഷമാണ് നിങ്ങൾക്ക് സ്വർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജഹന്നമിൽ നിന്ന് ആളുകളെ ജഹന്നമിൽ വീഴുന്നതിനെ തൊട്ട് തടയുന്നവനാണ്. നിങ്ങളുടെ മരണശേഷം നിങ്ങൾ ആളുകളെ ജഹന്നമിനെ തൊട്ട് തടയാൻ ആളുണ്ടാവില്ല. പിന്നീട് അന്ത്യനാൾ വരേക്കും ജഹന്നമിലേക്ക് ആളുകൾ വീഴുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് കഅബുൽ അഹ്ബാർ പറയുകയുണ്ടായി. അതിൽ ഉമ്മു കുൽസൂം ഏറെ സന്തോഷിക്കുകയുണ്ടായി. തന്റെ ഭർത്താവ് നരകത്തിൽ നിന്ന് ആളുകളെ തടയുന്ന വ്യക്തിത്വമാണ്, അദ്ദേഹം സ്വർഗാർഹനാണ് എന്ന് അവർ കേട്ടപ്പോൾ അവർ ഏറെ സന്തോഷിക്കുകയുണ്ടായി എന്നുള്ളതാണ് ചരിത്രം. ഉമ്മു കുൽസൂം എന്ന മഹദിക്ക് ഉമറിലൂടെ 2 മക്കളുണ്ടായി. ഒന്ന് സെയ്ദും മറ്റൊന്ന് റുഖയ്യയും. സെയ്ദ്, റുഖയ്യ എന്നീ 2 കുഞ്ഞുങ്ങൾ ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ കുഞ്ഞുങ്ങളായി ഈ ഉമ്മു കുൽസൂമിൽ പിറക്കുകയുണ്ടായി. സെയ്ദ്, റുഖയ്യ എന്നീ കുട്ടികൾ, അവരുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് ബാക്കി ചില ഭാഗങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ തുടർത്തി പറയും. ഇതിൽ ഈ സെയ്ദ് എന്ന കുട്ടി ഹിജ്റയുടെ 50-ൽ മരണപ്പെടുകയുണ്ടായി. ഈ കുട്ടി മരണപ്പെട്ട അതേ ദിവസമാണ് ഉമ്മു കുൽസൂമും മരണപ്പെടുന്നത്. അഥവാ ഉമർ റളിയല്ലാഹു തആലാന്റെ ഭാര്യ മരണപ്പെടുന്നത്. ഉമ്മു കുൽസൂം മരണപ്പെട്ടു, അവരുടെ പുത്രൻ സെയ്ദും മരണപ്പെട്ടു ഒരു ദിവസം. അങ്ങനെ 2 ജനാസ നമസ്കരിക്കുവാൻ വേണ്ടി വെച്ചു. അന്ന് ഹുസൈൻ റളിയല്ലാഹു തആലാന് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഹുസൈൻ മരണപ്പെടുന്നത്, ഷഹീദാവുന്നത് 61-ലാണ്, ഇത് ഹിജ്റയുടെ 50-ലാണ്. അങ്ങനെ ഇവർക്ക് ജനാസ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഹുസൈൻ റളിയല്ലാഹു തആലാന് വന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ വന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ഹുസൈൻ റളിയല്ലാഹു തആലാന് പറഞ്ഞു, നിന്റെ ഉമ്മാക്കും നിന്റെ സഹോദരനും നീ ഇമാമത്ത് നിൽക്കുക എന്ന് പറഞ്ഞു. ആരത് പറഞ്ഞത്? ഹുസൈൻ റളിയല്ലാഹുവിനെ പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട്. നിന്റെ ഉമ്മാക്ക് എന്ന് പറയാൻ കാരണം ഉമ്മാന്റെ സ്ഥാനത്താണ് ആരുള്ളത്? ഉമ്മു കുൽസൂം ഉള്ളത്, ഉമറിന്റെ ഭാര്യയാണ്. നിന്റെ സഹോദരൻ എന്ന് പറയാൻ കാരണം ഉമറിന്റെ മകനാണ് സെയ്ദ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ഇമാമത്ത് നിൽക്കുവാൻ ഹുസൈൻ ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹുവിന് പറഞ്ഞതനുസരിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആ ജനാസക്ക് ഇമാമായി നമസ്കരിച്ചു എന്നാണ്. ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ ഈ പേരക്കുട്ടി അവർ ഉദ്ധരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അതെന്താണ്? അവരൊരിക്കൽ പറഞ്ഞു, മാലി വലി സലാത്തുൽ ഫജ്ർ സുബഹി നമസ്കാരവും ഞാനും തമ്മിൽ എന്തൊരു ബന്ധാണ്, അല്ലെങ്കിൽ എന്തൊരു വിഷയമാണുള്ളത് എന്ന് അവർ പറഞ്ഞു. അവരത് പറയാൻ കാരണം ഫജ്ർ നമസ്കാര സമയത്ത് അവർക്ക് വന്ന 2 അപകട വാർത്തകളാണ്. അതേതാണ്? ഒന്ന്, ഫജ്ർ നമസ്കാര വേളയിലാണ് അവരുടെ ഭർത്താവായ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ ലുഅ്ലുഅ അൽ മജൂസിയുടെ കുത്തേറ്റിട്ട് മിഹ്റാബിൽ വീഴുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകാൻ കാരണമായ ആക്രമണം അരങ്ങേറുന്നത് സുബഹി നമസ്കാരത്തിൽ ഉമർ റളിയല്ലാഹു തആല നിസ്കരിക്കുമ്പോഴാണ്. ഒരു റക്അത്ത് നമസ്കരിച്ച് 2ാമത്തെ റക്അത്തിൽ ഉമർ കൈകെട്ടി നിൽക്കുമ്പോഴാണ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന നീചൻ ഉമറിനെ കടാര കൊണ്ട് കുത്തുന്നത്. അങ്ങനെ ഉമർ രക്തത്തിൽ കുളിച്ച് വീണ് കിടന്നു. അദ്ദേഹം ബോധരഹിതനായി. പിന്നീട് അദ്ദേഹം ഷഹീദായി. ഈ വാർത്ത ഉമ്മു കുൽസൂം കേൾക്കുന്നത് ഫജ്റിന്റെ വേളയിലാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് മാലി വലി സലാത്തുൽ ഫജ്ർ, ഞാനും സലാത്തുൽ ഫജ്റും തമ്മിലുള്ള വിഷയം എന്താണ്? പിന്നീട് ചരിത്രം തുടർന്നു. ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല വീണ്ടും കുറെ കാലം ജീവിച്ചിട്ടുണ്ട്. അവരുടെ വാപ്പ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കെ കൂഫയിലെ പള്ളിയിൽ ഫജ്ർ നമസ്കാരത്തിന് വരുമ്പോഴാണ് അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഖവാരിജികൾ കുത്തുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ഖാരിജി അലി റളിയല്ലാഹു തആല അൻഹുവിനെ വെട്ടുകയും അദ്ദേഹത്തിന്റെ തല പൊളിയുമാറ് തലക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം സുബഹി നമസ്കാരത്തിന് വരുമ്പോഴാണ്. അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ പ്രത്യേകിച്ച് അസ്സലാ നമസ്കാരത്തിന് വരൂ എന്ന് പറഞ്ഞ് ഫജ്റിന്റെ നേരത്ത് വീടുകൾ മുട്ടി വിളിച്ച്
ഫജറിന് വരുമ്പോഴാണ് ഒളിഞ്ഞിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അലിയാരെ വെട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫജർ നമസ്കാര വേളയിലാണ് ഉമ്മു കുൽസും ഈ രണ്ടാമത്തെ അപകട വാർത്തയും കേൾക്കുന്നത്. അതുകൊണ്ടാണ് അവർ നെഞ്ചു പിടച്ച് കണ്ണീർ കുതിർന്ന സംസാരം അവർ പറയുന്നത്, മാലി വലി സലാത്തിൽ ഫജർ, ഫജർ നമസ്കാരവും ഞാനും അത് തമ്മിൽ എന്ത് വിഷയമാണുള്ളത് എന്നവർ പറയുകയുണ്ടായത്. ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആദര പേരക്കുട്ടി, അവരുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഇവിടെ നമ്മൾ ഈ സമയം കേൾക്കുകയുണ്ടായത്. കുറെ ചരിത്രങ്ങൾ അവരുമായി ബന്ധപ്പെട്ടത് ചരിത്രത്തിലുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ടതും വിശ്വാസയോഗ്യവുമായ ഏതാനും റിവായത്തുകളാണ് ഇവിടെ ഞാൻ കേൾപ്പിക്കുകയുണ്ടായത്. റസൂലുള്ളാഹിന്റെ പൗത്രിമാരിൽ ഒരു മഹൽ സാന്നിധ്യം സൈനബ് ബിന്ത് അലി, ഈ ഉമ്മു കുൽസൂമിന്റെയും ഹസൻ ഹുസൈൻ എന്നിവരുടെയും പെങ്ങളായ സൈനബുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊരു മഹൽ ചരിതമാണ്. കാരണം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവോട് ഒന്നിച്ച് കർബലയിൽ പങ്കെടുത്ത മഹദിയാണ് സൈനബ്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട ചരിത്രം ഏറെ വികാരഭരിതമായ ഒരു ചരിത്രമാണ്. വലിയ കുറെ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന വിഷയമാണ് സൈനബിന്റെ ചരിത്രം. ഇൻഷാ അല്ലാഹ് സൈനബുമായി ബന്ധപ്പെട്ട ചരിത്രവും പിന്നീട് നബി കുടുംബത്തിൽ ഈ പൗത്രിമാർ അല്ലെങ്കിൽ പുത്രന്മാർ അവരുടെ മക്കളുമായി ബന്ധപ്പെട്ട ചില ചരിത്രവും നമ്മൾ നാളെ ഇവിടെ തുടർത്തി സംസാരിക്കും. ഇത് സഹോദരന്മാരെ നമ്മൾ കേൾക്കേണ്ട, അനിവാര്യമായും അറിയേണ്ട മഹൽ വ്യക്തിത്വങ്ങളുടെ ചരിത്രമാണ്. ഇതാണ് മഹച്ചരിതങ്ങൾ. ഈ ചരിത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ആത്മീയമായി മാറ്റുകൂട്ടുകയും ധാർമ്മികമായി വളർത്തുകയും ചെയ്യുന്ന ചരിത്രം. ഈ ചരിത്രം പഠിക്കുന്നതിൽ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിൽ മുസ്ലിമീങ്ങൾക്ക് വന്ന വീഴ്ചകളാണ് മുസ്ലിമീങ്ങൾ പലവിധ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അതേപോലെ കക്ഷിത്വങ്ങളുടെയും ആളുകളായി മാറിയത് എന്നുള്ളത് വലിയൊരു നേരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ തുടർത്തി സംസാരിക്കുന്നത് അലിയാരുടെ മകൾ സൈനബിന്റെ ചരിത്രമാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രന്മാർ അവരുടെ മക്കളുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർത്തി സംസാരിക്കും. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.